Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. എനിക്കൊരു സംശയം, ഇയാള് ഫേക്കാണ്, എപ്പോൾ നോക്കിയാലും ചിരിച്ചോണ്ടാണല്ലോ. പിന്നെ എനിക്ക് കുറേ ആലോചിക്കണമല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, ലൈഫ് ലോങ് ജീവിക്കേണ്ട ആള്. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പിലാണ് ഞങ്ങൾ തമ്മിലൊരു അടുപ്പം, മീൻസ് ഒരു ബോണ്ടിങ് വന്നത്. ഏതൊരാട്ട് ഷാരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ ജീപ്പ് എടുത്ത് ഗോപിയുടെ ഒരു നോട്ടോണ്ട് ഇങ്ങനെ അത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ജീപ്പിയുടെ ഒരു നോട്ടോണ്ട് അവിടെ ക്യാമറ കട്ട് ചെയ്തു. എൻട്രി ജീപ്പില് മറ്റേ ഇതൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച് ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ചോദിച്ചു, എനിക്ക് കല്യാണം ആനപ്പുറത്താണോ ഞാൻ ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനായി, കാരണം ചേട്ടന്റെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടൻ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാനും ജീപ്പി കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇതാരെന്നറിയോ, പക്ഷെ ശിവന്റെ ഭാര്യയെ കിട്ടിയില്ലേ, ആ പയ്യനാണ് ജീപ്പിനെ നോക്കിയിട്ട്. ഞാൻ പറയാം നിന്റെ ഒരു അവസ്ഥ. ചേട്ടന്റെ റിലേറ്റീവ്സ് തന്നെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ, ഓ നമ്മുടെ ശിവന്റെ ഭാര്യയല്ലേ. സുമതിയുള്ള ലൊക്കേഷനില് ഇവള് നടിയാണ്, പാവം. ഞാൻ നോക്കി ജീപ്പി മറ്റേ ബായി എടുത്തോണ്ട് വരുന്നു. ഞാനിങ്ങനെ നോക്കാം അല്ലു അർജുന്റെ പടത്തിലേക്ക് അഭിനയിച്ചവനെ കൊണ്ട്. അല്ല കേക്ക് മണിക്ക് എഴുന്നേൽക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ് നീ പറഞ്ഞ ഞാൻ ഇടുക്കി ഇവർക്ക് വേണ്ടി ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് ഫ്ലാറ്റിൻ്റെതാണ്. ജീപ്പി മറ്റേ കിലുക്കത്തിനകത്ത് ജഗതി ചേട്ടൻ രാത്രി മറ്റേ ഒളിച്ചു വെച്ച് രേവച്ചു കാണാൻ കഴിക്കത്തില്ല, അതുപോലെയൊക്കെയാണ്. അവൾ ഉറങ്ങി കഴിയുമ്പോൾ സൊമാറ്റോ ഓർഡർ ചെയ്യും. എന്നിട്ട് മറ്റേ കഴിച്ചു അയ്യോ എനിക്ക് വിശക്കുന്നത് ഇല്ല, ഞാൻ കഴിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഓർഡർ ചെയ്യാറുണ്ട്. ഞാൻ പറയും നിനക്ക് വേണോ, ഇല്ല വേണ്ട ഞാൻ ഗോപികയുടെ കൂടെ. സാരമില്ല നീ കഴിച്ചോ, ഗോപി ഒന്നും പറയത്തില്ല. വെറുതെ അല്ല, കന്നഡ തെലുഗു തമിഴ് എന്നൊക്കെ നമ്മളവിടെ ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറ, അവൻ ഇവിടെ അടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ കാണും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മല കയറുമ്പോൾ ഞാൻ എല്ലാ പടിയും ചവിട്ടി തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഞാൻ കയറിയത്. മല ഇറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇനി പറ്റില്ല കേട്ടോ, അടുത്ത വർഷം പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. എപ്പോഴും ഒരു അയ്യപ്പന്റെ സ്റ്റാച്ചുവിനെ കൊണ്ടുനടക്കല്ലോ, കുഞ്ഞി സിൽവർ എന്നെ കൊണ്ട് കാണിച്ചു ചേട്ടാ, ഞാൻ എപ്പോഴും കൊണ്ടുനടക്കുന്നതാണ്. മൂത്ത മോളെ ചേർക്കാനാണ് സ്കൂളിൽ പോകുമ്പോൾ. ഞാൻ സിനിമ ചെയ്തിട്ടില്ല, അച്ഛൻ്റെ ജോലിയിലൂടെ എഴുതണമല്ലോ. ഞാനിങ്ങനെ എഴുതി വെച്ചു, സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചു. ഏത് പടം എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എഴുതിയിട്ടില്ല. പറയുമ്പോൾ വിഷമമുണ്ട്. അന്നേരം മാളികപ്പുറത്തിന് ശേഷം ഞാൻ അതേ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയി. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സുമതി വളവ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഗോപിക ആൻഡ് അഭിലാഷ് പിള്ളേ. ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രേതത്വം കാണാൻ സാധിച്ചില്ല, ടീസറും ട്രെയിലറും ഒന്നും കണ്ടിട്ട്. ഇനി ഇവളെങ്ങാനാണോ പ്രേതം? കണ്ടില്ലേ വൈറ്റ് ലുക്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ജിപിയുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് മനസ്സിലാക്കിയത് ഗോപിക ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല. ഇതിലൊക്കെ സത്യം ഉണ്ടോ ചേട്ടാ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഇവളെങ്ങനെ അറിയോ, ആക്ച്വലി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പൊ ശരിയാ ഇൻട്രോവേർട്ട്, അത് 20 മിനിറ്റ് ഇൻട്രോവേർട്ട് ആക്കി. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇവളെ വിളിക്കേണ്ട പേരെന്താന്ന് എനിക്കറിയില്ല. നല്ല രസമാണ് ഇവരുടെ. ഇപ്പം ഇവിടെ ഫ്ലാറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വേറൊരു പോസിറ്റീവ് വൈബാണ്. ജീപ്പി ആണെങ്കിലും ഗോപിക ആണെങ്കിലും. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓടി അങ്ങോട്ട് ചെല്ലും. അപ്പൊ എനിക്കൊക്കെ എന്ത് പ്രശ്നം എന്നോട് ഞാൻ അറിയുമ്പോ ഒരു അങ്ങനെയല്ല പറഞ്ഞു, വളരെ പോസിറ്റീവായിട്ട് നിർത്തും. ഞങ്ങൾ യാത്രകൾ പോകാറുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെയാണോ പോസിറ്റീവായി നിർത്തുവാണോ അതോ ഇവരെ വെച്ച് നോക്കുമ്പോ എനിക്ക് എന്ത് പ്രശ്നം അങ്ങനെയാണോ? നമ്മളെ ചില്ലാക്കും. പിന്നെ ചേട്ടന്റെ അമ്മയാണ് സജസ്റ്റ് ചെയ്തേ സുമതി വളവിലേക്ക്. അല്ല അമ്മ ഇങ്ങനെ ഇപ്പൊ ഞാൻ നമ്മള് സിനിമ ചെയ്യാൻ പോകുന്ന അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ ഒരാടാ നമ്മുടെ ശിവന്റെ ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നമ്മൾ ശിവന്റെ ഭാര്യയോ പാർവതിയാണോ? ഇപ്പോഴും നമ്മളിപ്പോ പാലക്കാട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാനും ജീപ്പിയും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇതാരെന്നറിയോ, പക്ഷെ ശിവന്റെ ഭാര്യയെ കിട്ടിയില്ലേ, ആ പയ്യനാണ് ജീപ്പിനെ നോക്കിയിട്ട്. ഞാൻ പറയാം നിന്റെ ഒരു അവസ്ഥ. ചേട്ടന്റെ റിലേറ്റീവ്സ് തന്നെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഈ കുട്ടിയാന്നൊക്കെ പറയുമ്പോ, ഓ നമ്മുടെ ശിവന്റെ ഭാര്യയല്ലേ. റിലേറ്റീവ്സ് പോലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എന്താ ഗോപികയുടെ മനസ്സിൽ കൂടെ പോകുന്നത്? സങ്കടമാണോ അതോ എന്റെ റോളിനെ ഇത്രമാത്രം ആളുകൾ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള സന്തോഷം തന്നെ. ഇപ്പൊ സീരിയലില് ഒന്ന് തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5 സെക്കൻഡ് എടുത്താൽ തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ. കറക്റ്റാ അങ്ങനെ തന്നെ. സിനിമയിൽ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ 1 സെക്കൻഡിൽ താഴെ എടുത്തേ തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഗോപിക ബുദ്ധിമുട്ടിയ ഒരു സീൻ സുമതി വളവിലുണ്ടോ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. കാരണം ഞാൻ
ഞങ്ങൾക്ക് ഇത് അറിയാം, ഞങ്ങൾ ചെയ്യാൻ പറയില്ല. തിരിയണ്ട. പക്ഷെ സാന്ത്വനത്തിൽ ആക്ച്വലി അങ്ങനെ ഒരു ഡ്രാമ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു പോസിറ്റീവ്. ഇപ്പോഴും ആൾക്കാർ പ്രത്യേകിച്ച് ആൺകുട്ടികളെ പോലും സ്വീകരിച്ചത് അങ്ങനത്തെ ഒരു ഡ്രാമ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ല സാന്ത്വനത്തില്. പിന്നെ എനിക്കും കൂടുതൽ ഇഷ്ടം ഇപ്പം ഡ്രാമ പോലെ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയില്ല ഞാൻ ഇത്രേ ചെയ്യുള്ളൂ ഞാൻ അവിടെ പറയാറുണ്ട്. അപ്പൊ എനിക്കിത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഗോപിയോട് സംസാരിക്കുമ്പോഴേ ആ GP പറഞ്ഞ കുട്ടി ഇത് തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുക. പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെന്താണോ ഞാൻ ഓരോന്നിലേക്ക് വരാം. അതായത് വീണ ഒരു ഹോം ടൂർ പോയാൽ മതി, അപ്പം മനസ്സിലാവും. അപ്പൊ നീ പറയും GP വിളിച്ചിട്ട് ഇതാതോടോ താൻ പറഞ്ഞ ഗോപിക. അതായത് ആദ്യം കല്യാണം തൊട്ടേ നമുക്ക് തുടങ്ങാം. കല്യാണം വളരെ GP വളരെ വ്യത്യസ്തമായിട്ട് ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ഐഡിയാസിനെ അതിനിഷ്ഠൂരമായിട്ട് വിമർശിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ആയിരുന്നോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് തോന്നിയ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു കല്യാണത്തിനിടയിൽ GP ചേട്ടൻ കൊണ്ടുവന്ന്? കല്യാണത്തിന്റെ ഇടയിൽ അങ്ങനെ കേട്ടോട്ടോ ഗംഭീര സാധനങ്ങളൊക്കെ കയ്യിലിരിക്കണേ. അല്ല, എനിക്ക് ഹൽദീന്റെ അന്ന് എനിക്ക് ഞാൻ ശരിക്കും ഞെട്ടി. ഞങ്ങളുടെ എൻട്രി എനിക്ക് സത്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാൻ ഷൂട്ടിലായിരുന്നു. ആകെ 1 വീക്കേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനിയത്തിയായിട്ടാണ് ചേട്ടൻ എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോ എൻട്രി ജീപ്പില് മറ്റേ ഇതൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച് ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ചോദിച്ചു എനിക്ക് കല്യാണം ആനപ്പുറത്താണോ ഞാൻ ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനായി. കാരണം ചേട്ടന്റെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യും. എനിക്കാണെങ്കിൽ അധികം ഒന്നും ആർഭാടാക്കാണ്ട് പോണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ചോദിച്ചു. അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ്? ചിരിച്ചു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള GPയുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും അഭിലാഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? GPക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ 2 ദിവസം വേറൊരു പ്രോഗ്രാം ഇപ്പോൾ അർജുനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ആക്കുന്ന പരിപാടി. ഇപ്പോൾ ഗോപിയുടെ ഫോണിൽ നിന്ന് അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു, അർജുൻ ചേട്ടാ ഞാൻ സുമതിയോടെ പ്രൊമോഷൻ ആണെന്നല്ല ഞാൻ സ്പേസിൽ പോവാം. അപ്പൊ അർജുൻ ഓക്കെ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ GP ആയോണ്ട് പറയാൻ പറ്റില്ല, ഇവര് പോയെന്നൊക്കെ ഇരിക്കും രാവിലെ ആക്കാം, ഞങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട്, ഞങ്ങൾ പോകണമെന്ന് പോയിക്കളയും. ഞാൻ പറഞ്ഞ അത് അവനെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയും ഡ്രീംസ്, അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും പോകാത്ത അന്റാർട്ടിക്കയിലൊക്കെയാണല്ലോ നിങ്ങൾ. അല്ല, അർജുൻ ചേട്ടൻ അതായിട്ട് ഞാൻ വിളിച്ചു, ചേട്ടാ അത് പ്രാങ്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അല്ല നിങ്ങളായോണ്ട് പറയാൻ പറ്റില്ല, നിങ്ങൾ അന്റാർട്ടിക്കയിൽ പോയ ആൾക്കാർ, അപ്പൊ സ്പേസ് പോയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആരുടെ കൂടെ അഭിനയിക്കാനാണ്? അതായത് ഫസ്റ്റ് അഭിനയിക്കാൻ പോകുമ്പം എന്റെ ആദ്യത്തെ ഷോട്ട് പറഞ്ഞ അഭിലാഷ് ചേട്ടൻ, ബാലു ചേട്ടൻ, അർജുൻ ചേട്ടൻ. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അർജുൻ ചേട്ടനും ബാലുചേട്ടനൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ കൂടെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷനാണ്. പിന്നെ അഭിലാഷ് ചേട്ടൻ വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ചേട്ടൻ നമ്മുടെ സ്വന്തമല്ലേ. ആ സീൻ ഭയങ്കര രസമാണ്. അതായത് ഗോപിക നമ്മള് ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഷുഗർ കട്ടിന്റെ ആളാ, അറിയാലോ? പിന്നെ നമ്മളെ കൊണ്ട് പോലും കഴിപ്പിക്കത്തില്ല, നമ്മളെ കൊണ്ട് ചേട്ടാ അത് ഷുഗർ. അപ്പൊ ഞാൻ കഴിക്കുന്ന നീ കട്ടുകൾ പറയും. അപ്പോൾ ആ സീൻ എങ്ങനെയാ വെച്ചാൽ ഒരു അമ്പലമുറ്റത്ത് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, എന്തും ചെയ്യാം. അപ്പോൾ സൈഡിൽ മൊത്തം ഈ മറ്റേ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടയുടെ അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ നൈസിൽ അവിടുന്ന് തേൻമുട്ടായി എടുത്ത് പൊട്ടിച്ച് കഴിച്ചിട്ട് കണ്ടിന്യൂറ്റി പോലെ ഞാൻ എടുത്ത് കൈ കൊടുത്തു. സീനിൽ തന്നെ ഒരു ആക്ടിവിറ്റി കൊടുത്തു, വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വാങ്ങിച്ചിട്ട് കഴിക്കുക. 3 ദിവസമാണ് ഞാൻ ആ തേൻമിഠായി കഴിച്ചത്. ഷുഗർ കട്ട സിനിമയാണ്, ഷുഗർ കട്ട് പാടില്ല. പറ്റുന്ന രീതിയിലൊക്കെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ ആംഗിൾ നിന്ന് എടുക്കുമ്പോഴും ഓരോരുത്തരുടെ ക്ലോസ് എടുക്കുമ്പോഴും ഒക്കെ നമ്മളിത് കഴിക്കണല്ലോ. വെറുതെ പിടിച്ചോണ്ടിരിക്കുന്ന അത് പിന്നെ ഒരു ലൈവ് ആവില്ലല്ലോ, അപ്പൊ കഴിക്കണല്ലോ. പിന്നെ 3 ദിവസം കണ്ടിന്യൂസ് ഇത് തന്നെ തേൻമിഠായി. അവസാനം ഞാനും പാലിച്ചേട്ടനും മതിയായി തേൻമിഠായി കഴിക്കും. ഷുഗർ കട്ടാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ എങ്ങനെ എടുത്തേക്കുന്നത് ഷുഗർ കട്ട്? ഇല്ല, അങ്ങനെ സ്നാക്സ് ജങ്ക് ഒന്നും അധികം കഴിക്കാറില്ല, ഓയിൽ ഫ്രൈഡ് അങ്ങനെയൊക്കെ. ഒന്നാമത് വെജ് എടാ കുറച്ച് പ്രോട്ടീൻ ഒക്കെ വേണോടാ. അതിനെന്താ ചെയ്യുന്നത്? മുട്ട കഴിക്കുന്നുണ്ട്. മുട്ട കഴിക്കാൻ. അപ്പൊ മുട്ടയുള്ള മറ്റേ കിലുക്കത്തിനകത്ത് ജഗതി ചേട്ടൻ രാത്രി മറ്റേ ഒളിച്ചു വെച്ച് രേവച്ച് കാണാൻ കഴിക്കത്തില്ല, അതുപോലെയൊക്കെയാ. ഉറങ്ങി കഴിയുമ്പോ സൊമാറ്റോ ഓർഡർ ചെയ്യും, മറ്റേ കഴിച്ചു അയ്യോ എനിക്ക് വിശക്കുന്നേ. ഇല്ല, ഞാൻ കഴിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല, ഓർഡർ ചെയ്യാറുണ്ട്. ഞാൻ ചെല്ലുന്ന ദിവസം അവന്റെ മുഖത്ത് എന്ത് സന്തോഷം അറിയോ. ഞാൻ പറയും എനിക്ക് നോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്യാം. അപ്പൊ അവൻ
അപ്പൊ ഞാൻ പറയും നിനക്ക് വേണോ? ഇല്ല വേണ്ട, ഞാൻ ഗോപികയുടെ കൂടെ. സാരമില്ല, അത് കഴിച്ചോ, ഗോപി ഒന്നും പറയത്തില്ല. വെറുതെ അല്ല, കന്നഡ, തെലുഗു, തമിഴ് എന്നൊക്കെ പറഞ്ഞ് ജിബി വളരെ അഭിനയിക്കാൻ പോവല്ല. അവൻ ഹൈദരാബാദ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറ. അവൻ ഇവിടെ അടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ കാണും. സത്യം, പൊതുവെ ജീവിതത്തിന്റെ പകുതിയിലധികം സമയം മാരിയറ്റിൽ ചെലവഴിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. പകുതി ചെലവോ? അവന്റെ മാരിയറ്റിലെ ബില്ല് കണ്ടിട്ട് അവന്റെ അച്ഛൻ ഒരു തവണ അബദ്ധത്തില് എന്ത് US വിസ എടുക്കാൻ വേണ്ടി ഇവര് മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തല്ലോ, ഇവൻ മാരേജ് കൊടുക്കുന്ന പൈസയുടെ ബില്ല് കണ്ട് ഞെട്ടിയിട്ടാണ് പുള്ളി ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിരുന്നു പേരൻസിന്റെ അടുത്ത് ഇത് പോക്ക് ശരിയല്ല, ഞാൻ കരുതിയത് മാരീഡിലെ ജോലിക്കാരനാണ്. കാരണം എപ്പോ ചെന്നാലും മാരീഡിക്കാരനാണ് ഇങ്ങനെ നടക്കുന്നത്. അല്ല, ഞങ്ങള് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അധികം ചേട്ടാ എന്തിനാ മാരിയറ്റൊക്കെ നമുക്ക് കുറച്ച് താഴാന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഇതാക്കാറുണ്ട്. അതെ, താഴെ ഇപ്പൊ 3.5 കോടി ഞാൻ ഹോട്ടൽസിന്റെ കാര്യം പറഞ്ഞു. അല്ല, ഇത് തന്നെ ഞാൻ അറിഞ്ഞു. അതായത് മാരിയറ്റ് കൊടുക്കുന്ന പൈസയുടെ അത്ര EMI ഇല്ലെന്ന് അറിയാൻ സാധിച്ചത്. മാരിയറ്റ് പോയി നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, റൂമിൽ സ്പെൻഡ് ചെയ്യില്ല, ഫുൾ ടൈം എന്തെങ്കിലും തിരക്കായിരിക്കും. ആകെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് റൂമിൽ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും ഫുഡ് എടുക്കില്ല, ഒന്നും ചെയ്യില്ല, എന്നിട്ട് മാരിയറ്റിൽ പോയി നിന്നിട്ട് ചേട്ടന് നഷ്ടല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താടാ അതിനുള്ള മറുപടി കിട്ടുക? ചേട്ടൻ പറഞ്ഞാ ശരിയാ അല്ലെ, ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ശരിയാ, ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല എന്നൊക്കെ പറയും. ഇനി സുമതി വളവ് മൊത്തത്തിലൊരു ഹൊറർ സിനിമ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ക്ലീഷേ ചോദ്യം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹൊറർ എക്സ്പീരിയൻസ് സിനിമ സമയത്തോ അല്ലെങ്കിൽ ആ സുമതി വളവ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള സ്ഥലമല്ലേ ഏട്ടാ? അല്ലേ? ഇപ്പൊ ചില ഹോട്ടൽസ് ചില റൂംസ് പോയി കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും നമ്മള്. ചിലപ്പോൾ നൈറ്റ് എന്താ മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഈ മറ്റേ റിസപ്ഷനോട് ചോദിക്കുമ്പോഴത്തേക്ക് പറയും ചേട്ടാ അത് പണ്ട് ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്ന്. ഇപ്പൊ ഈ കഥ അല്ല, ഇത് കേൾക്കുമ്പോൾ നമ്മള് ഇവര് വെറുതെ പറഞ്ഞേക്കും, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു അയ്യോ പണ്ടാണ് നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആക്ച്വലി അങ്ങനെയല്ല, നമ്മൾ സ്ഥിരം ഉറങ്ങുന്നത് മാറി കിടക്കുമ്പോൾ പ്രശ്നമായിരിക്കും. അത് മണിയമ്പിള്ള ആഴ്ചയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ട് ഈ മോനിഷയുടെ ഒരു എക്സ്പീരിയൻസ് പുള്ളി പറയും. അല്ല, പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി ഇവിടെ ഒരു ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ മോനിഷിനെ കണ്ടു. അപ്പൊ മോനിഷ മനുഷ്യ മരിച്ചതിന് ശേഷമുള്ള. അപ്പം മോനിഷ ലാസ്റ്റ് കണ്ടപ്പം പുള്ളിക്കാരിയുടെ അതേ ഡ്രസ്സ് തന്നെയായിരുന്നു രാജുവേട്ടൻ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളുടെ മനസ്സാണ് ഏറ്റവും വലിയ. അപ്പം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും അതിനെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എന്റെ മുറികളിൽ കാണാൻ പറ്റും. ഞാൻ അല്ല, സുമതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ചുറ്റും ഒരാളുണ്ട്. പക്ഷെ ഈ സിനിമയിൽ സുമതിയെ പ്ലേസ് ചെയ്തേക്കുന്ന വേറെ രീതിയിൽ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കാണുന്ന സിനിമ യക്ഷി കൺസെപ്റ്റ് അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായി പേടിക്കാനുള്ള സീക്വൻസുകളുണ്ട്. അതിന് വേറൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആണോ? സത്യത്തില് ഗോപിക ഇങ്ങനെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണോ സീരിയലിലേക്ക് വന്നത്? സീരിയലിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സീരിയലിൽ വരണം എന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്. അപ്പം എനിക്കും അനിയത്തിക്കും വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് സീരിയലിൽ വന്നത്. പക്ഷെ തുടക്കത്തിലൊന്നും ഒരു താല്പര്യമില്ലാണ്ടാണ് പോയത്. പക്ഷെ പിന്നെ ഇഷ്ടപ്പെട്ടു, പിന്നെ നിർത്താൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലായി. സാന്ത്വനൊക്കെ പ്രത്യേകിച്ച് ചെയ്തപ്പം തീർന്നപ്പോഴൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. സിനിമ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ ഇനി സീരിയലിന് ഒരു ബ്രേക്ക് എടുക്കാം, സിനിമയിലേക്ക് വന്നു, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായോ? അങ്ങനെ തോട്ട് ഉണ്ടാക്കിയത് അഭിലാഷ് ഏട്ടനാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കഴിഞ്ഞത് January 27th. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ട് February 5th ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു അടുത്ത സിനിമയിൽ നിനക്കൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ തുടങ്ങിയ സിനിമ തന്നെയാണല്ലോ ബാലേട്ടനും ശിവമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സിനിമ തുടങ്ങി സിനിമയിലേക്ക് എത്ര എന്നുള്ളൊരു ഇതുണ്ടല്ലോ. എനിക്ക് സത്യസന്ധമായിട്ട് പറയണം, ഗോപിക ചെയ്തതിൽ ഇവള് ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് തോന്നി ദേഷ്യം വന്ന ഒരു സീൻ ഏതാണ്? ദേഷ്യം ഒന്നും വന്നില്ല. പക്ഷെ കുറച്ചുകൂടെ വീണ്ടും എനിക്ക് ടേക്ക് പോയ ഒരു സീൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ടുവേർഡ്സ് ക്ലൈമാക്സ് അടുപ്പിക്കുന്ന സമയത്തുള്ള ഒരു സീനുണ്ട്. അത് ഒന്ന് അർജുനോട് ചൂടാവുന്ന ഒരു സീൻ. അപ്പൊ അത് അങ്ങനെയൊന്നും പറ്റില്ല തോന്നല്ലേ? ചൂടാവാനൊന്നും പറ്റുന്ന ഒരാളല്ല തോന്നല്ലേ? ഹോം ടൂർ എടുക്ക്, നീ ഒരു ഹിഡൻ ക്യാമറ വെച്ചാ പോവാവോ? ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ നോക്കും ഇതെല്ലാം എവിടെയൊക്കെ ഇരിക്കുന്നത്, പോവാന്നെടുത്തൊക്കെ നോക്കണത് കറക്റ്റ് ആണോ. കുറച്ച് ഓവറാണ്. അല്ലടാ, ഇത് തന്നെയാടാ ഭർത്താവും പറഞ്ഞത് ഞങ്ങളോട്.
അവന്റെ ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ മതി. ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ല. ആ ഇന്റർവ്യൂ ഗോപിക കണ്ടിട്ടില്ല. അത് എനിക്ക് ഫസ്റ്റ് കണ്ടു, സെക്കൻഡ് പാർട്ട് ഇന്നലെ. അതെ പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ആ പക്ഷെ എനിക്ക് അറിയാവുന്നൊരു കാര്യം, ഗോപികയുടെ എന്താണ് ഗോപിക ആഗ്രഹിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു ഭർത്താവാണ് GP. അത് അവൻ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഗോപികനെ അല്ല, ഇവളുടെ ഹാപ്പിനെസ്സിലാണ്. അങ്ങനെയല്ല, ചേട്ടൻ ഭയങ്കര ഫ്ലെക്സിബിൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് ശരി, ആര് പറഞ്ഞാലും ഇപ്പൊ ഞാനെന്നല്ല, ആരെന്ത് പറഞ്ഞു കൊടുത്താലും ശരിയാണല്ലോ അവർ, ലൈക്ക് അത് ഭയങ്കരമായിട്ട് അവര് പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിച്ച് അവര് പറയുന്നത് ചെയ്യും. അതിപ്പോ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മുടെ സൈഡ് മാത്രമാണ് ശരി അങ്ങനെ വിചാരിക്കില്ല. പക്ഷെ ചേട്ടൻ അങ്ങനത്തെ ഒരാളെ അല്ല. അങ്ങനെ ചിന്തിച്ച് ചെയ്ത് ഗോപിക്ക് വേണ്ടി മാറ്റിയ ഒരു സ്വഭാവം എന്താണ്? അയ്യോ, ഞാൻ അങ്ങനെ മാറ്റാനോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുമ്പം ഇപ്പൊ വീട്ടില് കബേർഡ് തുറന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇത് അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കയമ്പിൽ, അല്ലെങ്കിൽ പുറത്തു പോയി വന്നിട്ട് ഡ്രസ്സ് മാറാതെ ബെഡിൽ ഇരിക്കാൻ പാടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബാഗ് എടുത്ത് ബെഡിന്റെ മേളിലേക്ക്, അതൊക്കെ പക്ഷെ നല്ല കാര്യല്ലേ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങള്. OCD ഒന്നല്ല, ഹൈജീൻ. ഈ എഴുത്തിൽ ഭാര്യയുടെ സ്വാധീനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇടപെടാറില്ല. ആരും ഇടപെടാൻ നിൽക്കാറില്ല. ആണോ? അല്ലെങ്കിൽ പിന്നെ കഥ എഴുതി കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കാറ്. മുന്നേക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ എഴുതി കഴിഞ്ഞാൽ എഴുത്തിന് മുന്നേ ആയാലും നമ്മൾ വീട്ടിലെല്ലാവരോടും കഥ പറയും, അഭിപ്രായമൊക്കെ പറയാറുണ്ട്. എന്റെ സുഹൃത്തുക്കളോട് പറയും. ഇപ്പൊ അതിനൊന്നും അവർക്കാർക്കും സമയമില്ല. ഒന്നാമത്തെ കാര്യം, പിള്ളേര് അതിന്റെ തിരക്ക്, അച്ഛനായാലും അമ്മയായാലും അവര് പ്രായമായി അവരുടെ തിരക്ക്. അപ്പൊ ഞാൻ കഴിവതും ഞാൻ റിസർവ്ഡായിട്ട് നിൽക്കുന്ന ആളാണ്. പിന്നെ ഇവരോടൊക്കെ പറയും. എന്റെ എല്ലാ കഥകളും GPക്കും ഗോപിക്കും അറിയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഥകൾ പോയി പറയുന്ന സ്ഥലങ്ങളിൽ ഒന്ന് GPയുടെ ഫ്ലാറ്റാ. അവിടെ പോയിട്ട് ഞാൻ പറയും, അളിയ ഒരു എലമെന്റ് കിട്ടി, ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കൊള്ളാലോ, നല്ല സാധനം. അപ്പൊ അത് പറച്ചിട്ട് മാത്രമല്ല, തിരിച്ചും പറയാറുണ്ടോ? നല്ല സുഹൃത്തുക്കളാകുമ്പോ ഇത് മോശമാണെങ്കിൽ ഉറപ്പായിട്ടും അല്ല, അതാണ് പോസിറ്റീവായിട്ട് ഞാൻ പറയാം. അതായത് ഇത് വർക്ക് ആവില്ല എന്ന് എൻ്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ പറയുകയും ചെയ്യും. ഇപ്പം എൻ്റെ ടീമും പറയും, ചേട്ടാ അത് വേണ്ട, ചേട്ടന് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവർ എന്നാ അത് വേണ്ട, വിട്ടേക്കാൻ പറയും. GPയുടെ വേറെ ഇതെന്ന് വെച്ചാൽ, ഞാനൊരു എലമെന്റ് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വിളിക്കും. അതെ, തെലുങ്കിലൊരു വലിയ പ്രൊഡ്യൂസർ അടുത്ത് ഞാൻ എലമെന്റ് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, നമുക്ക് കഥ പറയാൻ പോകുന്ന പറയും. ഞങ്ങളിപ്പോൾ അങ്ങനെ തെലുങ്കിൽ 1-2 പരിപാടികൾ ഇങ്ങനെ ഓണായി ഇരിക്കുക ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത്രയും അടുപ്പമുള്ള സുഹൃത്തിനെ എന്തുകൊണ്ട് സുമതി വളവിൽ അഭിനയിപ്പിച്ചില്ല? ഇല്ല, സുമതി വളവിൽ ഞാൻ പറഞ്ഞു തന്നു, GPക്ക് പറ്റിയൊരു ക്യാരക്ടർ ആ പടത്തിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ ഒരിക്കലും ഞാൻ ഒരു പടത്തിലും GP ചാൻസ് ചോദിച്ചിട്ടില്ല. എന്റെ ചാൻസ് ചോദിച്ചില്ല, ഗോപിക്ക് വേണ്ടിയും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് അടുത്ത ഗോപി, ഞാൻ പിന്നെ ഭാര്യയും ഭർത്താവിനോട് ഒരു പടത്തിൽ വെക്കുന്നത് ശരിയാവില്ല എന്ന്. അതുകൊണ്ടല്ല ഈ സുമതിയില്ല. പക്ഷെ ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത പടം പാബ്ലോ പാർട്ടിയിൽ GP നല്ല വേഷം ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, അതിൽ ഭാര്യ വേണ്ട, ഒരാള് മതി. കാരണം പെട്ടിയെടുക്കാൻ ഒരാൾ വേണം. ഞാൻ നോക്കുമ്പോ സുമതിയുള്ളതിന്റെ ലൊക്കേഷനിൽ ഇവള് നടിയാണ്, പാവം. ഞാൻ നോക്കുമ്പോൾ GP മറ്റേ ബായി എടുത്തോണ്ട് വരുന്നു. ഞാനിങ്ങനെ നോക്കാം, അല്ലു അർജുന്റെ പടത്തിലേക്ക് അഭിനയിച്ചവനെ കൊണ്ട്. അല്ല കേക്ക്, അപ്പൊ അടുത്ത പടം ഞാൻ ചെയ്യാവുന്ന GPനെ ഞാൻ അതിലേക്ക് കൊണ്ടുപോകും. ഞാൻ പെട്ടി എടുപ്പിക്കുന്നത് കണ്ടോണം. ഒരു ഭാര്യയെ കൂടെ ആണ്. ഞാൻ ചെയ്യും, എനിക്ക് ഫുൾ സർവൈലൻസിലായിരിക്കും ഭർത്താവ്. ഗോപികയുടെ ഈ കരിയറിൽ, ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ, ആ ഒരു എന്റർടൈൻമെന്റ് കരിയറിൽ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാ? പ്രൗഡായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ സാന്ത്വനം ചെയ്ത തുടക്കത്തിൽ രഞ്ജിത്ത് സാർ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഗോപിക നന്നായിട്ട് ഡയലോഗ് മോഡുലേഷൻസ് ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. സാധാരണ എല്ലാവരും പ്രോംപ്റ്റ് ചെയ്യുമ്പം അത് കേട്ട് പറയുന്ന ഒരു ഇതുണ്ടാവും, പക്ഷെ ഗോപിക അങ്ങനെയല്ല, പ്രോംപ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ പിടിച്ച് പറയുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് രഞ്ജിത്ത് സാർ അയച്ചു തുടക്കത്തിൽ. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഫലിപ്പിക്കാൻ, പിന്നെ എഴുത്തുകാരനാണല്ലോ ബേസിക്കലി, എഴുതി ഫലിപ്പിക്കാൻ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ മോളുടെ സ്കൂളിൽ പോയ ഒരു കഥ, ഞാൻ അത് തന്നെയാണ് ഇപ്പൊ മനസ്സിൽ ആലോചിച്ചിരുന്നത്. അല്ല, അതൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ അതൊന്നും പറഞ്ഞേക്ക്. അല്ല, അതായത് മൂത്ത മോളെ ചേർക്കാനാണ് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സിനിമ ചെയ്തിട്ടില്ല. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ
ഇങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും. അപ്പം ജോലി രാജിവെച്ച് ജോലിയില്ല. അപ്പം സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ജോലിയിലൂടെ എഴുതണമല്ലോ. അപ്പം ഞാനവിടെ പെട്ടെന്നൊന്നും പഠിച്ചു എന്ത് എഴുതണം എന്നുള്ളത്. അപ്പം ഇവളും ഉണ്ട് ഇങ്ങനെ നീ അപ്പം ഞാനിങ്ങനെ എഴുതി വെച്ചു, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് എഴുതി വെച്ചു. അപ്പം ഇത് മറ്റേ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രിൻസിപ്പലിനെ കാണുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അഭിലാഷ് സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. അവൻ ഏത് പടം എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എഴുതിയിട്ടില്ല, പേടിക്കണ്ട, ഞാൻ ഇവള് സ്കൂളിൽ നിന്നും പാസ് ഔട്ട് ആവുന്നതിന് മുമ്പ് ഞാൻ ഒരു പടമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയുമ്പോൾ വിഷമമുണ്ട് അന്നേരം. അപ്പോൾ ഇവളിങ്ങനെ ഒന്നും പറയാതെ മോളടുത്ത് നിൽക്കുകയാണല്ലോ. അതിനുശേഷം ഞാൻ മാളികപ്പുറത്തിന് ശേഷം ഞാൻ അതേ സ്കൂളിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി. അപ്പോൾ അന്ന് ഉണ്ണി സ്റ്റേജിൽ വെച്ചിട്ട് ഈ കാര്യം, ഉണ്ണിക്ക് കഥ അറിയാം, ഞാൻ ഉണ്ണി സ്റ്റേജിൽ പറഞ്ഞു പണ്ട് ഇവിടെ വൈകമോളെ ചേർക്കാൻ വന്നപ്പം അവന് ജോലി ഇല്ലായിരുന്നു, അവൻ സിനിമ ചെയ്തിട്ടില്ല. അന്ന് അവൻ എഴുതി വെച്ചോണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ അന്നത്തെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് അതിനുണ്ട്. പക്ഷെ അന്ന് അവൻ പറഞ്ഞൊരു വാചകം എന്ന് കറക്റ്റായി, അവൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പടം അവൻ ചെയ്തു എന്നുകൊണ്ട് ആ സ്കൂളിൽ തന്നെ ഗസ്റ്റായിട്ട് ചെയ്യുന്നു. ഭയങ്കര പ്രൗഡായിട്ട്. അതേപോലെ എനിക്ക് റോഡ് മൂവ്മെന്റ് ഉണ്ട് ലൈഫിൽ. അതായത് ലാലേട്ടനെ, ഏതൊരാളുടെ ആഗ്രഹമാണല്ലോ ലാലേട്ടനെ വെച്ച് പടം ചെയ്യുന്നുള്ളൂ. ഞാൻ ലാലേട്ടനെ പലതവണ കണ്ടിട്ടുണ്ട്, പലതവണ ലാലേട്ടനത്ത് കഥ പറയാൻ പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് ഒരാണ് ലാലേട്ടൻ്റെ ക്യാരവനിൽ ഞാൻ കയറിയപ്പോൾ ക്യാരവനിൽ ഇങ്ങനെ. അപ്പോൾ അതിന് മുന്നേ ഒരാണ് എനിക്ക് 1-2 പേര് ഫോട്ടോ അയച്ചു തന്നു. ലാലേട്ടൻ്റെ ക്യാരവനിൽ മാളികപ്പുറത്തിൻ്റെ തിരക്കഥ ഇരിപ്പുണ്ടെന്ന്, ബുക്ക് ഇരിപ്പുണ്ടെന്ന്. അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ മുന്നേ ലാലേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാളികപ്പുറം ഇറങ്ങിയ സമയത്താണ് അത് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പം റീസെൻ്റ്ലി ബബ്ബയുടെ സെറ്റിൽ വെച്ചിട്ട് ക്യാരവനിൽ ഞാൻ അതേ പുസ്തകം വീണ്ടും കാണുകയാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ലാലേട്ടൻ ഇത്ര വർഷമായിട്ട് ആ ബുക്ക് അവിടെ തന്നെ ഉണ്ട്. അപ്പം ഇത് വെറുതെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അങ്ങനെ അത് അയ്യപ്പനല്ലേ, അതൊരു അത്ഭുതമല്ലേ, അതോടെ ഇരുന്നോട്ട്, ആ രീതിയിലാണ്. ഞാൻ ഭയങ്കര പ്രൗഡായി പോയി. അപ്പൊ അതിന് ഭയങ്കര ഹാപ്പിനെസ് തോന്നി എനിക്ക്. അത് വല്ലാത്തൊരു, ഇപ്പോഴും അതവിടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ. ഗോപിയുടെ ഒരു ഷൂട്ട് ഇല്ലാത്ത ദിവസം എങ്ങനെയായിരിക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? തോന്നുമ്പോ എണീക്കും. രാവിലെ എന്റെ അറിവിൽ എത്ര 11 മണി. 11 മണി അതൊക്കെ നേരത്തെയാ എന്നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെയില്ല, അത് ഡിപ്പെൻസ്. ചില ദിവസം 9 മണി, ചില ദിവസം 8 മണി, ചില ദിവസം 10 മണി. അങ്ങനെ 8 മണിക്ക് മുന്നേ എഴുന്നേക്കോ? എണീക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യമുള്ള. ഇപ്പൊ ഇന്നൊക്കെ 8 മണീന്റെ മുന്നേ എണീക്കും. അത് സത്യം. ഞാനും ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഡിപ്പെൻസ്. അങ്ങനെ 8 മണിക്ക് അല്ല, ഒരു ഷൂട്ടില്ലാത്ത ദിവസത്തെ കഥയാണ് ഞാൻ ചോദിക്കുന്നത്. 8 മണിക്ക് എഴുന്നേൽക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ? വീട്ടില് കുക്കിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ് നീ പറഞ്ഞ ഞാൻ ഇല്ല, ഞാൻ രാവിലെ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ കുറെ ഒന്നും കുക്കിംഗ് അറിയില്ല. പക്ഷെ ദോശയും കറിയൊക്കെ രാവിലെ ഉണ്ടാക്കും. ചമ്മന്തി അല്ല, തക്കാളി ഉള്ളി കറി അങ്ങനെ എന്തെങ്കിലും ചമ്മന്തി ആക്കും. പക്ഷെ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ നമുക്ക്, ഇവിടെ മേടിക്കണം അതൊക്കെ. അപ്പം തക്കാളി ഉള്ളി കറി എളുപ്പമാണല്ലോ. പിന്നെ എടാ നിനക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചും കൊടുക്കണം കേട്ടോ പ്ലീസ്. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടല്ല. ഭഗവാനെ, ഈ ഇന്റർവ്യൂ ജീപ്പനോട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ തുറന്നു പറഞ്ഞു. ചേട്ടന് സത്യത്തിൽ ഇങ്ങനെ ഈ മാളികപ്പുറം സിനിമ എഴുതി ഇത്രയും ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ നെഞ്ചിനകത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് വന്നിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ മാളികപ്പുറത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഞാൻ ഇവിടുന്ന് നോർത്തില് ഹരിദ്വാർ ദേവപ്രയാഗിൽ പോയി താമസമുണ്ട്. അല്ല, അവിടെ പോയി താമസമാണ്. ഞാൻ രഞ്ജന അറിയാം ആ സമയത്ത് ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്ന് തോന്നിട്ട് അവനും വേറെ 2-3 സുഹൃത്തുക്കളും ചേർന്നിട്ട് എന്നെ ഇവിടുന്ന് മാറ്റി. അപ്പോൾ ഹരിദ്വാറിൽ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 3 ദിവസം പോയി താമസിച്ചു. അതിനുശേഷം ദേവപ്രയാഗ്, അതായത് ദേവപ്രയാഗ് എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊന്നാണ്. ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ കാണുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ടോട്ടൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് മൈൻഡ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നിട്ടാണ് ഞാൻ സുമതിയോട് നമുക്ക് ഓണാക്കാൻ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. കാരണം ആ സമയത്ത് എന്താ കാര്യം വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ വന്നു. ഏതെടുക്കണം, ഏത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷനായി. പിന്നെ പേഴ്സണലി എനിക്ക് ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഫീൽ ചെയ്തു ലൈഫിൽ. ഇതെല്ലാം ഓവർകം ചെയ്യണം എനിക്ക്. അപ്പോൾ ഓവർകം ചെയ്യാൻ ഞാൻ എപ്പോഴും അതിന് കാണുന്ന വഴി സ്പിരിച്വൽ ലൈഫാണ്, അല്ലെങ്കിൽ ഡിവൈനിറ്റിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുക, അല്ല അമ്പലങ്ങൾ പോകുക. അങ്ങനെയാണ് ഞാൻ ഹരിദ്വാറിലേക്ക് പോയത്. പക്ഷെ അന്ന് എന്നെ അവരത് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പിന്നെ സിനിമ ചെയ്യില്ലായിരുന്നു. ഞാൻ മാളികപ്പുറത്തോട് ഞാൻ ഒരുപക്ഷെ ഞാൻ നിർത്തിയേനെ. പക്ഷെ എന്നെ അന്ന് രഞ്ജനും ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളും ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ടാണ്
തിരിച്ചു വന്ന് ഞാൻ വീണ്ടും സിനിമ ചെയ്യാൻ തയ്യാറാവുന്നത്. ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടായി ഒരു ഇന്റർവ്യൂ പറയുന്നത് തന്നെ. അന്ന് ഞാൻ തീരുമാനിച്ചാണ് മാളികപ്പുറത്തോട് ഞാൻ നിർത്താം. ഒരു പക്ഷേ ഇപ്പം ചിലപ്പോൾ ഇന്റർവ്യൂ കാണുന്നവർ ഇതിന്റെ താഴെ ചിലപ്പോൾ അത് നന്നായി നീ നിർത്തിയാൽ മതി എന്ന് പറയും. അല്ല അങ്ങനെ പറയുന്നവരുണ്ട് സീരിയസ്ലി. കാരണം നമുക്ക് ഞാൻ അതാ പറഞ്ഞത്, സക്സസ് എപ്പോഴും നമുക്കൊരു ഭാരം എന്ന് പറയുന്ന പോലെ, അതായത് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവും എപ്പോഴും. ഇല്ലാതാണ് ഒരു സിനിമ നന്നായാൽ അതിൽ എല്ലാവരും എത്തും. സിനിമ മോശമായാൽ അത് ആ സംവിധായകൻ എന്ത് കഥയാണ് ഇങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇതിന്റെ ഒരു ഭാരം എല്ലാവരും ഏറ്റെടുക്കത്തില്ല. അപ്പം ആ സമയത്ത് വാളി പറഞ്ഞതിന് ശേഷം എനിക്ക് സൗന്ദര്യരജനീകാന്തിന്റെ ഓഫർ വരുന്നു, തമിഴ് വലിയ പടം വരുന്നു, ഹിന്ദിയിൽ നിന്ന് ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് വരുന്നു, മലയാളത്തിൽ നിന്ന് ഒരു ഓഫർ. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ആ സമയത്ത്. എനിക്ക് ഭയങ്കര പ്രോബ്ലം, എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ പോകുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ ആ സമയത്താണ് ആൻഡോ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു പടം നമുക്ക് ചെയ്യാം. ഞാൻ ആൻഡോ ചേട്ടൻ എനിക്ക് വലിയ പടം ഇപ്പം ചെയ്യാൻ വയ്യ. അപ്പോൾ ആൻഡോ ചേട്ടൻ ഞങ്ങളൊരു വലിയ പടം വാങ്ങിച്ചു തരുന്നത്. ഞാനും വിഷ്ണുവും കൂടെ വീണ്ടും ആൻഡോ ചേട്ടൻ പ്രൊഡക്ഷനിൽ ഒരു വലിയ പടം, ഒരു മിത്ത്, ഒരു കാലഘട്ടം വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ട ഒരു പടം. ആൻഡോ എനിക്ക് ഇപ്പം വലിയൊരു പടം എനിക്ക് പറ്റില്ല. അപ്പോൾ ആൻഡോ ചേട്ടൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പണ്ടൊരു എലമെന്റ് പറഞ്ഞത്, ആനന്ദ് ശ്രീബാലയുടെ എലമെന്റ്. അവൻ അത് ചെയ്താലോ ചോദിച്ചു. അങ്ങനെയാണ് വിനയൻ സാറിന്റെ മകൻ വിഷ്ണുവിനോട് സംസാരിക്കുന്നു. ഞങ്ങൾ ആ പടം ഓണാക്കുന്നതും അത് ചെയ്യുന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മ ഇമോഷൻ ഭയങ്കര ഉള്ള ആളാണ്. അപ്പോൾ അമ്മ ഇമോഷണൽ ഒരു സിനിമ ഉണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തത്. പക്ഷേ ആ സിനിമ കഴിഞ്ഞോട് ഞാൻ വീണ്ടും ഓണായി. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചില്ല, ഏറ്റവും കൂടുതൽ ഈ വിഷമം തോന്നുന്ന കമന്റ്സ് ഞാൻ ആദ്യമൊക്കെ ഞാൻ കുറേ അടുത്ത് കാണുന്നു. മറ്റേ ഭക്തി റൈറ്റർ, മറ്റേ സമുദായം റൈറ്റർ, മറ്റേ സമാജം റൈറ്റർ, അങ്ങനെ കുറേ കമന്റ്സ് നമ്മളാണുണ്ട്. ആദ്യമൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഞാൻ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചത് അങ്ങനെ ഒരാൾക്കല്ലേ കേൾക്കുന്നുള്ളൂ, അതെനിക്കല്ല, അത് നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ എവിടെ ചെന്നാലും ഇപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഇത്ര ഡിവൈൻ ഞാൻ കേൾക്കുമ്പോൾ ഭയങ്കര കൊള്ളാം പറഞ്ഞോളൂ. ഈ മാളികപ്പുറം സിനിമ ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നതിന് മുന്നേ അല്ലേ സിനിമ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കണ്ടപ്പോ ഞാൻ കുറെ കരഞ്ഞു. അല്ല, അതിനകത്ത് വേറെ കാര്യം പറയാണ്ട്, ഇപ്പഴത് ഓർത്തത് പറയാൻ മറന്നുപോയി. അല്ല, മാളികപ്പുറത്തിലെ ദേവുവിന്റെ ക്യാരക്ടറല്ലേ, ഞാൻ ഗോപിയെ കാണുന്നത് പിന്നീടാണല്ലോ. ഞാൻ വീട്ടിൽ ചെമ്പോ ഇവളുടെ റിയൽ ലൈഫിൽ ഇവിടെ അതാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡിക്റ്റോ അത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഞാന് 4 വർഷം പോയിട്ടുണ്ട് ശബരിമലയ്ക്ക്. അപ്പോൾ ലാസ്റ്റ് ടൈം പോകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇനി അടുത്ത വർഷം പോകാൻ പറ്റില്ല. അതും 4ാമത്തെ പ്രാവശ്യം പോകുന്നത് ഞാൻ കുറെ കരഞ്ഞിട്ട് എന്നെ ഇപ്രാവശ്യം കൂടെ കൊണ്ടുപോ അങ്ങനെ കുറെ കരഞ്ഞിട്ടാണ് 10 വയസ്സ് വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോണോ വേണ്ടയോ എന്നുള്ളൊരു ഇതില് അച്ഛനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ കുറെ വാശി പിടിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ലാസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മല കയറുമ്പോൾ സാധാരണ കുട്ടികളെ ഈ പോലീസ് എടുത്ത് പൊക്കുമല്ലോ, ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എല്ലാ പടിയും ചവിട്ടി തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഞാൻ കയറിയത്. എന്നിട്ട് ലാസ്റ്റ് ടൈം 4ാമത്തെ പ്രാവശ്യം മല ഇറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇനി പറ്റില്ല കേട്ടോ, അടുത്ത വർഷം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ടും പിന്നെ അച്ഛൻ മലയ്ക്ക് പോകുമ്പോഴൊക്കെ എന്നെ ഫോൺ ചെയ്തിട്ട് അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, അപ്പോഴൊന്നും ഫോണില്ലായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഫോൺ ചെയ്തിട്ട് എന്നെ ഹരിവരാസനം കേൾപ്പിക്കുമായിരുന്നു. എന്തോ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഒരു അയ്യപ്പന്റെ സ്റ്റാച്ചു കൊണ്ടുനടക്കല്ലോ, അതുപോലെ ഒരു അയ്യപ്പന്റെ ഒരു കുഞ്ഞി സിൽവർ ചേട്ടാ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ ഇവളെപ്പോഴും അയ്യപ്പാന്ന് വിളിക്കും. ഞാൻ ഇത് കൊള്ളാലോ. പക്ഷെ അത് സിനിമയ്ക്ക് ഇറങ്ങിയ ശേഷമാണ് ഞാൻ ഇത് കാണുന്നത്. ഇവരൊക്കെ ഉള്ളപ്പോഴാണ് സന്തോഷം. ഇപ്പൊ തന്നെ എന്റെ അച്ഛൻ ഹാർട്ട് സർജറി കഴിഞ്ഞ ഹോസ്പിറ്റലാണ്. ഞാൻ ഇന്റർവ്യൂവിന് വരുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഭയങ്കര വേറെ മനുഷ്യനാണ്. അതായത് സർജറി കൊണ്ടുപോകുമ്പോഴേ കൗണ്ടർ അടിച്ചിട്ട് പോയ മനുഷ്യനാണ്, തമാശ കൊണ്ട് മനുഷ്യൻ. അപ്പം ഞാനിങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് അച്ഛനെ കാണാൻ ആദ്യം കയറി. അച്ഛൻ അപ്പം വെന്റിലേറ്ററിലാണ്. അതിനുശേഷം ICUലേക്ക് മാറ്റിക്കുമ്പോൾ ഞാൻ കയറുകയാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ കിടക്കുക. ഞാൻ സങ്കടത്തോടെ ചെല്ലുക അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ അച്ഛനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. ആദ്യം ഞാൻ ഇങ്ങനെ കഴിച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ 1-2 നഴ്സുമാർ കൊള്ളാടോ. ഞാൻ പോട്ടെ പ്രൊമോഷനോട് ഞാൻ ഇറങ്ങി പോകും. ഇത് കാണുന്ന ടിക്കറ്റ് എടുത്തു കൊടുക്കാം. എന്നിട്ട് ഇവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കണം ഫസ്റ്റ് ഡേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ, നീ പോയിട്ടോ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വൈബാണ് അച്ഛൻ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ചാർജ് ആവും, പോസിറ്റീവ് ആവും. ഗോപിക ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ 1.5 വർഷത്തിനുള്ളിലാന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഈ യാത്രകൾ കൊണ്ട് ഗോപിക എന്ത് പഠിച്ചു? യാത്രകൾ അത് ശരിയാ, അതാ ഞാനും കേട്ടായിരുന്നു. ശരിയാ, കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പിലാണ് ഞങ്ങൾ തമ്മിലൊരു അടുപ്പം, മീൻസ് ഒരു ബോണ്ടിങ് വന്നത്. കുറെ കാര്യങ്ങൾ
സംസാരിക്കാനും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ റിലേറ്റീവ്സ് തിരക്ക് അങ്ങനെയൊക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നേപ്പാളിൽ പോയപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞ കല്യാണം. ഈ യാത്രകളിലൂടെ GP കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഇല്ല, ഞങ്ങൾ കുറച്ചു കാലമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊരു സംശയം, ഇയാള് ഫേക്ക് ആണ്, എപ്പൊ നോക്കിയാലും ചിരിച്ചോണ്ടാണല്ലോ, ഭയങ്കര എപ്പൊ നോക്കിയാലും ഒരു ഹാപ്പി പോസിറ്റീവ് വൈബുള്ള ഒരാളല്ലേ. നമ്മൾ അങ്ങനത്തെ ഒരാളെ ലൈഫിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാരുണ്ടാവും. അതും പിന്നെ എനിക്ക് കുറെ ആലോചിക്കണല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, ലൈഫ് ലോങ് ജീവിക്കേണ്ട ആള്. കല്യാണം കഴിഞ്ഞാണല്ലോ യാത്രകളൊക്കെ. അല്ല, ഞാൻ കല്യാണത്തിന് മുന്നത്തെ കാര്യം പറഞ്ഞേ. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇല്ല, കല്യാണത്തിന് ഡൗട്ട് ഒന്നും ഉണ്ടായില്ല. അപ്പൊ കല്യാണത്തിന് മുന്നേ തന്നെ ഇത് ഇങ്ങനെ ഇല്ലടാ, നമുക്ക് ആർക്കും 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഇല്ല, അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല, അത് ഉറപ്പാ. പക്ഷെ ഞങ്ങള് സംസാരിച്ചിടത്തോളം കാലം ഒരേപോലെയാണ് ബിഹേവ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. അതായിരുന്നു എനിക്ക് മനസ്സിലായത്. ഇവര് ലവ് മാരേജ് അല്ലാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചില ആളുകൾ പറയേ, അപ്പൊ എന്റെ അടുത്ത് പറയും GP ഗോപിക, ഞാൻ അവർ അറേഞ്ച് പറയാ, ഒന്ന് പോവാ ചേട്ടാ, അവർ അറേഞ്ച് പറയാം. ഞാൻ പറയടാ കാര്യമായിട്ട് പറഞ്ഞു. അല്ലാണ്ട് ഞങ്ങൾ എവിടുന്ന് കാണാനാ? അത് ശരിയാ. അത് സത്യം. അല്ല, ഞങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാ ലവ് മാരേജ് ആവുക? ആണ് എങ്കിൽ അതിന് ശേഷമുള്ള ലവ് എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിന് ശേഷമായിരുന്നു ലവ് ഉണ്ടായിരുന്നത്. ആണ് അങ്ങനെ. അദ്ദേഹം ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മനുഷ്യനാണോ? കുഴപ്പമില്ല, ആണെന്ന് സുഹൃത്തുക്കൾക്കറിയാം. അതെ അതെ, അത്യാവശ്യം ആണ്. മറ്റേ ഗോപിക ഒരു വളരെ പൊസസീവ് ആയിട്ടുള്ള ഭാര്യയാണോ? ഞാൻ പറഞ്ഞത് കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അതിനാണല്ലേ വന്നേ നമ്മൾ. ഇല്ല, ഞാൻ അങ്ങനെ പൊസസീവ് എന്തിന്റെ കാര്യത്തിൽ അഭിനയിക്കുമ്പോഴാണോ? അഭിനയത്തിലാണ്. ഞാനും ഈ ഫീൽഡിൽ തന്നെയല്ലേ, എനിക്ക് അറിയാലോ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ കുറെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യല്ലേ. സുമുഖളവിന്റെ ലോഞ്ചിന്റെ ഒരു വീഡിയോ പുറത്തു പോയിട്ടുണ്ട്. അതായത് ഏതൊരു ആർട്ടിസ്റ്റ് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ ജീപ്പ് എടുത്ത് വന്ന് സംസാരിച്ചു ഗോപികയുടെ ഒരു നോട്ടോണ്ട് ഇങ്ങനെ. അത് നമ്മുടെ രാഹുൽ, ഞങ്ങളുടെ ക്യാമറമാൻ രാഹുൽ ഫോട്ടോഷൂട്ട് അത് ഷൂട്ട് എടുത്തിട്ട് റീല് പുറത്തുവിട്ടു. അതായത് ജീപ്പി വന്നിട്ട് ജീപ്പിനെ വന്നത് അല്ലെങ്കിൽ അതിനെ മൊത്തം വിളിച്ചപ്പോ ഇവളൊരു നോട്ടമുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ജീപ്പിയുടെ ഒരു നോട്ടമുണ്ട്. അവിടെ ക്യാമറ കട്ട് ചെയ്തു, ബാക്കിയുള്ളത് വിട്ടിട്ടില്ല. പക്ഷെ ആ ചേട്ടനല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് ബിഹേവ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ബോയ്സിന്റെ അടുത്തും ഗേൾസിന്റെ അടുത്തും ചേട്ടൻ ഒരുപോലെയാ പെരുമാറാറ്. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് ദിയന്റെ കവളിൽ ഇങ്ങനെ പിടിച്ചത് എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ ചേട്ടൻ പറയുന്ന എന്തോ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഇത് സ്ലോ മോഷനിലൊക്കെ ഇട്ടപ്പം ഇതാകെ വേറെ സീനായി. എന്നിട്ട് ദിയാണ് എനിക്ക് നെക്സ്റ്റ് ഡേ അയച്ചു തന്നെ, എടാ ഇങ്ങനെ വന്നു എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അവളാകെ ടെൻഷനായി. കാരണം കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. അപ്പൊ ഫസ്റ്റ് റൂമർ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര ടെൻഷനായി. അത് ശരിയാ. ഈ ഗോപിയെ കുറിച്ച് ഇങ്ങനെ കാലഘട്ടത്തെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് സാധുര സീരിയൽ ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരെ, ഈ ശിവയും മഞ്ജലി ഭയങ്കര പേരാണല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പാണ്, അത് ബാക്കി ശിവയുടെ യഥാർത്ഥ ഭാര്യക്ക് ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ കഥകളാണ് ഞങ്ങൾ കേട്ടേക്കുന്നത്. കമന്റ്സ് അതെ അതെ അതെ, ഇതൊക്കെ വായിക്കാറുണ്ടായിരുന്നോ? ഇല്ല, കമന്റ്സ് ചേട്ടൻ പിന്നെയും വായിക്കും, ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കാറില്ല. ആണ്. അങ്ങനെ ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സുമതി വളവ് കാണാനായിട്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകരെ തന്നെ, അതിനുശേഷം യുവജനങ്ങളെ തന്നെ സിനിമ വൻ വിജയമാകട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗോപിക എന്ന് തുടർന്നുള്ള ഒരുപാട് സിനിമകളിൽ കാണാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സുമതി വളവിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.